നമസ്കാരം, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണമുണ്ട് കേട്ടോ. കാരണം ഞാനിങ്ങനെ എപ്പോഴും എന്റെ പപ്പയെ കുറിച്ച് പറയത്തില്ലയോ, എന്റെ പപ്പ എന്റെ പപ്പ എന്റെ പപ്പ എന്ന്. അപ്പൊ എന്റെ പപ്പയെ എല്ലാരും ഇത് കാണിക്കാൻ കൊടുക്കും കേട്ടോ. ഇതാണ് എന്റെ പപ്പ കേട്ടോ, സുന്ദരനായിരുന്നേ, നോക്കിയേ, ഭയങ്കര ഗ്ലാമറായിരുന്നേ. അപ്പൊ എന്റെ പപ്പയെ കണ്ടോ, മരിച്ചത് 2018 ഡിസംബറിൽ. ഈ ഡിസംബർ ആകുമ്പോഴേക്കും അടുത്ത ഒരാണ്ടാവാൻ പോവാ. ഇത് എന്റെ മമ്മിയുടെ അച്ഛനാട്ടോ. മമ്മിയുടെ അച്ഛനും ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ മമ്മിയുടെ അച്ഛനും മരിച്ചുപോയി. മമ്മിയുടെ അച്ഛൻ മരിച്ചത് 2013. അതും ആ അച്ഛൻ മരിക്കണ എന്റെ അടുത്ത് തന്നെ നടന്നിട്ടാണ്. ആ സ്ഥാനത്ത് പപ്പ മരിച്ചത് 2018 കേട്ടോ. എനിക്ക് ജീവൻ, എന്റെ മമ്മിയെക്കാട്ട് ജീവനായിരുന്നു കേട്ടോ. എന്റെ പപ്പയോ ഭയങ്കര ജീവനായിരുന്നേ. അപ്പൊ അതുകൊണ്ട് മനസ്സിനകത്ത് മമ്മിയുടെ എപ്പോഴും അടിയാണ്. ആ സ്ഥാനത്ത് പപ്പയുടെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും പപ്പയോട് തന്നെയാണ് സ്നേഹം. ഇപ്പോഴും പപ്പയോട് തന്നെയാണ് കേട്ടോ സ്നേഹം. അതുള്ള കാര്യം പറയണമല്ല. നമ്മുടെ ജീവിതത്തില് ചില നഷ്ടങ്ങളാണ് അതിൽ. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് എന്റെ പപ്പയെ കുറിച്ച് പറയുന്നത് പറഞ്ഞാല്, എന്റെ ജീവിതത്തിൽ എപ്പോഴും ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് എന്റെ പപ്പ എന്ന് പറയുന്നത്. കാരണം ഞാനെന്ത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പറയും, മോളെ പെതുക്കെ പോണേ എന്ന് പറയും. പിന്നെ മാത്രമല്ല, എന്തിനും എപ്പോഴും നമുക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെയുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അത് ഞാൻ എൻ്റെ പപ്പയിലൂടെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ അതിന് പകരമായിട്ട് ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അനുഭവം ഉള്ള ഒരാളാണ് ഞാൻ. സത്യം, ഇത് ഈ എന്റെ പപ്പയ്ക്ക് പകരം വെക്കാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ വേറെ ആരുമില്ല. അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഞാനിപ്പം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്റെ പപ്പയെ നിങ്ങളുടെ മുമ്പിലേക്കും കൂടി എനിക്ക് കാണിച്ചു തരണം. അതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ പപ്പയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നൊരു വ്യത്യസ്ത വിഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു മിക്സഡ് വെജിറ്റബിൾ സലാഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് സലാഡാണ് അത്. അപ്പം അത് എങ്ങനെയാ ചെയ്യുന്നല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾ വരെ ആ വെജിറ്റബിൾസ് കഴിക്കും. അപ്പൊ അത്രക്ക് ഇഷ്ടപ്പെടും അവർക്ക്. അപ്പം അതുകൊണ്ട് ഈ ഒരു എന്താ പറയാ, ഈ ഒരു വെജിറ്റബിൾ സലാഡ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതിന്റെ വീഡിയോയിലേക്ക് നോക്കാം. ഞാൻ ഫ്രൈഡ് മിക്സ്ഡ് വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ. ആദ്യം ഞാൻ ബീൻസ്, ഇത്രയും ബീൻസ് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചുകൊടുത്ത ബീൻസ് കുറച്ചൊക്കെ ചീത്തയായി കേട്ടോ. നല്ലത് നോക്കി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരിക്കുക. പക്ഷെ എന്നാലും ചെറുതായിട്ട് 1-2 എണ്ണത്തിനൊക്കെ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അരിഞ്ഞതിൽ ഇത് ഇങ്ങനെ അകത്ത് ഇങ്ങനെയുള്ളത് വേണ്ട കേട്ടോ, അല്ലാതുള്ളത് എടുക്കുക. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം യെല്ലോയും റെഡും ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ചെറിയ 2 സ്പൂൺ ചുമന്നുള്ളി ഇതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 സ്പൂൺ പഞ്ചസാരയുണ്ട്. പിന്നെ ക്യാരറ്റ് ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രോക്കോളി ഉണ്ട്. പിന്നെ നമ്മുടെ അറിയാലോ എന്താ പറയുക, ചോളം. അപ്പൊ അത് ഞാനിങ്ങനെ ഈ രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ക്യാബേജും പിന്നെ ലെച്ചൂസും കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ നല്ല നോക്കി ഫ്രഷ്, ഇത്ര സാധനങ്ങൾ ഈ ഇലവർഗ്ഗങ്ങള് എത്ര എന്ന് പറഞ്ഞാലും കൊണ്ടുവന്നു ഒരു ദിവസം പിറ്റേ ദിവസം എടുത്തില്ല, അതിന് ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഇതൊക്കെ ചീത്തയാവുന്നത്. കാരണം അത് ഓൾറെഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ഫുൾ ഇതിലിരിക്കുന്നതല്ലേ, തണുത്തിട്ട് AC-ലൊക്കെ ഇരിക്കുന്ന ആയതുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇവിടുത്തെ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഇതൊക്കെ ചീത്തയാവുന്നത്. അപ്പൊ ആ 2 ഇലയാണ് ഇത്. ഇത് ചൈനീസ് ക്യാബേജും ഇത് ലെച്ചൂസും ആണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ അതായത് റെഡ് ചില്ലി സോസും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഓയിസ്റ്റർ സോസ് ആണ്. ഓയിസ്റ്റർ സോസ്. അപ്പൊ ഇതിന്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുമ്പോഴുള്ള നമ്മുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പൊ എപ്പോഴും വാങ്ങണ്ട, നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വെക്കുമ്പോൾ ചിന്തിക്കും, അയ്യോ ഇതൊക്കെ വാങ്ങിച്ച് ക്യാഷ് കളയണ്ടില്ലെന്ന്. നമുക്ക് പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ളത് നമുക്ക് വീണ്ടും അത് തന്നെ എടുത്ത് ഉപയോഗിക്കാമല്ലോ.
അപ്പം ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഈ നമ്മുടെ എന്താ പറയുക ബ്രോക്കോളിയും ഈ കോണും ഒന്ന് നമുക്കൊന്ന് ഉപ്പിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കാം. ഇതാണ്ടേ ഞാനിപ്പോൾ ഇതേ വെള്ളത്തിൽ ഇതാണ്ട് ഉപ്പ് ഇടക്കണുണ്ടോ, ഈ വെള്ളം ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണേ. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം ഇട്ടാൽ മതി കേട്ടോ ബ്രോക്കോളിയും ആ ചോളം കൂടി. അപ്പോൾ അത് അവിടെ നിന്ന് ചെയ്യുന്ന ചൂടാവുന്ന സമയം കൂടി ഞാനാണെങ്കിലേ അടുത്തൊരു പാൻ വെച്ചിട്ട് ഞാനൊരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം. ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണേ. ഇത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടു. ഒന്ന് ബ്രൗൺ നിറമാണ് കേട്ടോ, അതുവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണേ. നല്ല ബ്രൗൺ നിറമാവട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്ന് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിതിനെ ഇങ്ങനെ കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ കോരിയെടുക്കുമ്പോഴേ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഞാൻ ഇത് ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലാണ് അതതിൻ്റെ, കാരണം ആ വെളിച്ചെണ്ണയെല്ലാം അങ്ങ് പിടിച്ചോട്ടെ, ആ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ടാണ് ഇതെങ്ങനെ ചെയ്യുന്നത്. ഒരു പാത്രത്തിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെളിച്ചെണ്ണ അപ്പോൾ വേണ്ട ഇത് മൊത്തം ഞാൻ കോരിയെടുത്ത് ഞാനിങ്ങനെ വെച്ചു. വേണ്ടോ ഇങ്ങനെ വെച്ചു, അതങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഈ വെളിച്ചെണ്ണ കൊണ്ട് ഇനി ഉപയോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ, മറ്റേതൊന്ന് റെഡി ആകട്ടെ. നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനിനി അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ, ഇതൊന്ന് എടുത്തിട്ടു. അത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വെന്തോട്ട് ഒന്ന് 2 മിനിറ്റ് അവിടെ കിടന്നിട്ട് ഊറ്റിയെടുക്കാം. അപ്പോഴേക്കും അത് പെട്ടെന്ന് റെഡിയാവേ. അപ്പോൾ അത് 2 മിനിറ്റ് ഒന്ന് കിടന്നോട്ടെ. ബ്രോക്കോളി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നല്ല ഫ്രഷ് ആയിട്ടായിരുന്നു. പക്ഷേ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് 2-3 ദിവസമായി. അതുകൊണ്ടാണ്, അതിനിടയിൽ ഞാൻ തിരക്കുകളിടയിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതും ശ്രദ്ധിച്ചുകൊള്ളുക. ഞാൻ എന്താ പറയുക ബ്രോക്കോളിയും ചോളമൊക്കെ ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതേ അടുത്തൊരു പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാണ്ട് അതിനകത്തോട്ട് ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണേ. ചെറിയുള്ളി ഒരു 2 മിനിറ്റ് കിടന്നിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് വഴറ്റണം. ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനിനി അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ചോളവും അതും കൂടി എടുത്ത് ഞാനൊന്ന് എടുത്തു വെച്ചു. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ക്യാപ്സിക്കം വെച്ചിട്ടു, ക്യാരറ്റ് ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് സോസ് ഒഴിക്കുകയാണ്. അവിടെ എൻ്റെ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്യാണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തിടാവേ. പിന്നെ ഇതിനകത്തേക്ക് ഒരു സാധനം ഇട്ടില്ല, ബീൻസ് അതും ഇട്ട്. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ടേ നമുക്കിതിനെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുക. കാരണം ഇത് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്ന് പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ വേണ്ട ഇതിനകത്തേക്ക് ഞാൻ സോസ് ഒഴിക്കുവാണേ. ഇതിപ്പോൾ ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് ചില്ലി സോസും ഒഴിക്കുന്നത്. ഞാനതൊന്ന് ഇളക്കട്ടെ. അപ്പോൾ നമ്മളിതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഒരു ലേശം ഒരു നുള്ളി ഉപ്പും കൂടി ഇടണം. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാനിതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ആവിയിൽ ഇതൊന്ന് വേവട്ടെ. അപ്പോൾ വേണ്ട ഇത്ര ഈ രീതിയിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു നുള്ളു ഉപ്പിടാൻ പോവാണേ. ജസ്റ്റ് ഒരു നുള്ളു ഉപ്പിട്ടു. എന്നിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഞാൻ ചേർക്കുവാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചേർക്കാൻ പോവാണ്, ഓയിസ്റ്റർ സോസ്. അപ്പോൾ കണ്ടോ, ഞാനിനി അതിനകത്തേക്ക് കുറച്ച്
കുറച്ച് ഓയിസ്റ്റർ സോസും കൂടെ ചേർത്തു. അപ്പോൾ ഇനി ഞാനിതിനെ ഒന്ന് ഇളക്കട്ടെ. അപ്പോൾ തീ ഇങ്ങനെ കൂട്ടി തന്നെ ഇരിക്കണം, കാരണം ഇതിനകത്ത് ആ പച്ചക്കറി ക്യാപ്സിക്കം ഒക്കെ വേവാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേവണം കേട്ടോ. അപ്പോൾ ഒരു ലേശം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഓയിസ്റ്റർ സോസ് ലേശം കൂടെ കൊടുക്കാൻ പോവാണ്. എനിക്കത് പോരാ എന്നൊരു തോന്നൽ വന്നതുകൊണ്ട്. സ്പൂൺ കണക്കൊന്നും പറയണില്ല, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇനി ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അടച്ചു വെക്കട്ടെ, ഒന്ന് വെന്തോട്ടെ. തീ കൂട്ടി തന്നെ വെച്ചേക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരുന്നിട്ട് നമുക്ക് വീണ്ടും തുറന്നു നോക്കാം. അപ്പോൾ ഇതേ എൻ്റെ സലാഡ് റെഡി ആയിരിക്കുന്ന കണ്ടോ, സൂപ്പർ ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് കഴിക്കാത്തവർക്ക് പൊതുവേ വെജിറ്റബിൾസ്, ഇവിടെ മോള് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഉള്ളൂ അവൾ പിന്നെയും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, എന്നാൽ ചോളത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ദേണ്ട അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്താ പറയുക, നമ്മുടെ ചൈനീസ് ക്യാബേജും ലെച്ചൂസും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുക. അപ്പം അവർ അതും കൂടി എന്ത് ചെയ്യും, ആ സോസിൻ്റെയൊക്കെ രുചി കൊണ്ട് അവരത് കഴിച്ചോളും. കണ്ടോ? അപ്പം എന്നിട്ട് നമുക്കിതിനെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു സാധനം നമ്മൾ ഇട്ടിട്ടില്ല. ഇതാണ്ട ഫ്രൈഡ് ഒനിയൻ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഫ്രൈഡ് ഒനിയൻ അതിനകത്തേക്ക് ഇടാം കേട്ടോ. ഫ്രൈഡ് ഒനിയൻ വെച്ചിട്ട് അലങ്കരിച്ച് തരാം. അപ്പോൾ ഇതിപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ ആ ലെച്ചൂസും അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ട്, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങ് കൊടുക്കാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ വലിയവർക്കോ ഒക്കെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചേർത്തങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ആരം പ്രത്യേകം അവർ മാറ്റി വെക്കത്തില്ലല്ലോ ഒന്നും. അപ്പോൾ ആ ഒരു സോസിന്റെ ടേസ്റ്റും ഒക്കെ വരുന്നത് കൊണ്ട് അവർക്ക് അതങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനൊരു ലേശം ഉപ്പും കൂടെ കൊടുത്തായിരുന്നു, എനിക്ക് ഉപ്പ് പോരാ എന്ന് തോന്നിയത് കൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിരിക്കുക. അപ്പം ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ താണ്ടിപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത എൻ്റെ മോളെ കൊണ്ട് ഞാനിപ്പോൾ ഇത് കഴിപ്പിക്കാൻ പോവാം. മോളെ ഇതൊന്ന് കഴിച്ചിട്ട് പറഞ്ഞേ, മണപ്പിച്ചു. കണ്ടോ, ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത്. ആദ്യം മണപ്പിച്ചു നോക്കും, അത് കഴിഞ്ഞിട്ട് കണ്ടോ ആ വെജിറ്റബിൾസ് കഴിക്കുന്നതിൻ്റെ ഒരു രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് മത്തിയോ എന്താ പറയാ ചിക്കനോ ഒക്കെ കൊടുക്കാമെങ്കിൽ പഞ്ചാമൃതം പോലെ അങ്ങ് കഴിച്ചോളും. ഇച്ചിരി ചൂടുണ്ട്, പക്ഷെ എന്നാലും ഇനി അതൊന്ന് കഴിച്ചേ. കഴിച്ചിട്ട് അഭിപ്രായം പറ മോളെ, ഇങ്ങോട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം. കാരണം എങ്ങനെയുണ്ട്, സൂപ്പർ ആണോ? ഇതിൽ ക്യാമറയിൽ നോക്കൊണ്ട് പറ. അങ്ങനല്ല, വെജിറ്റബിൾസ് കഴിക്കാത്ത മോക്ക് ഇപ്പൊ ഇത് കഴിച്ചപ്പോ എന്ത് തോന്നി, എങ്ങനെ തോന്നി? ക്യാരറ്റും കോണും കൊള്ളാം. അത് കാരണം ക്യാപ്സിക്കം ഇഷ്ടമല്ലാത്തോണ്ടല്ലയോ? പക്ഷെ അതിന്റെ ടേസ്റ്റ് എല്ലാം കൂടെ എങ്ങനെയുണ്ട്, മിക്സ് ചെയ്ത ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പൊ ഇതാണ് ഇപ്പൊ മോള് പറഞ്ഞല്ലോ, ടേസ്റ്റ് ഉണ്ട്. കാരണം ക്യാപ്സിക്കം ഒന്നും തൊടത്തില്ലെന്നേ, ക്യാപ്സിക്കം ബീൻസ് ഒന്നും തൊടത്തില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ കഴിച്ചിട്ട് അപ്പൊ അത് രണ്ടും കഴിച്ച് ക്യാരറ്റും കോണും മാത്രം അതിനകത്ത് സെലക്ട് ചെയ്ത് കഴിച്ചതാണ് അല്ലേ. അപ്പൊ അത് കഴിച്ചതേ മമ്മി ഒന്ന് കഴിച്ചേ മമ്മി. ഇനി ഞാൻ മമ്മിയെ കൊണ്ട് കഴിപ്പിച്ചിട്ട് പറയാവേ. മമ്മി ഇതാണ്ട് സ്പൂൺ എടുക്കും മമ്മിയെ, ഇത് അവിടുന്ന് സ്പൂൺ എടുക്കും മമ്മി. വെജിറ്റബിൾസ് എല്ലാം കൂടെ എടുക്കണം, മോൾ എടുത്ത പോലെ എടുക്കരുത്. കോണും മറ്റേ ക്യാപ്സിക്കവും ഇതിനകത്ത് മമ്മിക്ക് കൊടുക്കുന്നതിനകത്ത് എല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ മമ്മി ഇത് എല്ലാം കൂടെ കഴിച്ചിട്ട് മമ്മി അഭിപ്രായം പറ, ചൂടുണ്ടോ നോക്കണേ. അതാണ് കാരണം മമ്മി പറയണം, എങ്കിലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. കാരണം മോള് അതിനകത്ത് ക്യാരറ്റ് അവൾക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം സെലക്ട്. ഇപ്പൊ മമ്മിയുടെ കയ്യിലെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആയിരിക്കണം കേട്ടോ. മമ്മി സൂപ്പറാണ്, നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കണം, അടിപൊളിയാണ്. അതന്നെ കേട്ടോ മമ്മി പറഞ്ഞ കേട്ടോ. ലൈക്ക് ചെയ്യുക, മക്കളെല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോളും. അപ്പൊ ഞാൻ ഇതിനെ ഒനിയൻ ഇതാണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് നമ്മളാ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കും. അപ്പൊ കഴിക്കുന്നവർക്ക് ആ വെളുത്തുള്ളിയും കൂടെ ചെല്ലും എന്നുള്ളതാണേ. അപ്പോൾ
കുറച്ച് വെളുത്തുള്ളിയുടെ അംശവും എല്ലാം വയറ്റിൽ ചെല്ലുമല്ലോ. കുട്ടികളിപ്പോൾ അവർക്കിത് അറിയില്ലല്ലോ, ഇതിനകത്ത് വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ലേ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് മനസ്സിലാവില്ല. അണ്ട ടിഷ്യൂ എൻ്റെ വെളുത്തുള്ളി വരാനുള്ള ഒരു പാടാണ് ഇതിപ്പം. എണ്ണ തോരാൻ വേണ്ടി ഞാൻ ടിഷ്യൂലോട്ടല്ലേ ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എടുക്കാനൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ അതേണ്ടേ കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, അതിനിടയിൽ ആ വെളുത്തുള്ളിയും കൂടെ വന്നത് കണ്ടോ. അപ്പം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അപ്പം മമ്മി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരോടും ടാറ്റ.